എടോ, ഇത്രയും ആളുകളുടെ മുമ്പിൽ നമ്മൾ അപമാനിക്കപ്പെടുക, നമ്മുടെ മകന്റെ ജീവിതം നശിക്കുന്നത്. ഇന്ന് ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഇനി അവനൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല. അവന് വിവാഹം വേണ്ട. എടോ, ആദരയെ വധുവായിട്ട് ഞാൻ അംഗീകരിച്ചല്ലേ, പിന്നെന്താ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് ചന്ദ്രദാസ. നമ്മുടെ തീരുമാനമനുസരിച്ച് ഇനി ആദിയുടെ വധു ആവേണ്ടത് തുളസിയാണ്. എന്റെ മോൻ ആദിത്യന്റെ വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ നടക്കും. വധു തുളസി. ആദിത്യന് ഏറ്റവും ചേർന്നൊരു പെൺകുട്ടി. അത് ഈ തുളസി തന്നെയായിരിക്കും. തുളസി നിങ്ങളുടെ വീടിന്റെ വിളക്കായിരിക്കും. തുളസിയെ ആദിത്യന്റെ ഭാര്യയായി കിട്ടുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ പുണ്യമായി വേണം കരുതാൻ. മാത്രമല്ല, സ്നേഹിക്കുന്ന ആത്മാക്കളെ തമ്മിൽ ഒരിക്കലും പിരിക്കാൻ പാടില്ല. അവരെ കൂട്ടിയോജിപ്പിക്കുകയാണ് വേണ്ടത്. ഏതായാലും ഇപ്പോ ആദിത്യനും തുളസിയും തമ്മിലുള്ള കല്യാണം നടത്തിക്കൊടുക്കാൻ നിശ്ചയിച്ചത് നന്നായി. എന്നാ ഇനി മുഹൂർത്തം തെറ്റിക്കണ്ട, വിവാഹം നടക്കട്ടെ.
ഹെൽമെറ്റ് എവിടെ? ഒന്ന് പോവാച്ചാ ഹെൽമെറ്റ് സൂക്ഷിച്ചു പോണേ. സൂക്ഷിച്ചു പോക്കണം രണ്ടുപേരും. കേട്ടല്ലോ? ബൈ. ആ വിട്ടോ. ബൈ. ടാറ്റാ. ദാ, ഒന്ന് നിർത്തിക്കേ. ഒരു മിനിറ്റ്. ദുർഗാമ്മേ, ഇത്രയും നാള് ഇവനെല്ലാം ദുർഗാമ്മയായിരുന്നു. ഇവന്റെ വഴികാട്ടിയും ഉപദേഷ്ടാവും എല്ലാം. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് ആ സ്ഥാനമെല്ലാം എനിക്കാ. എനിക്ക് മാത്രം അവകാശപ്പെട്ടത്. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇന്നു മുതൽ ആദിയുടെ കാര്യത്തിൽ ദുർഗാമ്മയേക്കാൾ അവകാശവും അധികാരവും എനിക്കായിരിക്കും. അത് മറക്കണ്ട. ഇവിടെ അപ്പോ കാണാം. ബൈ. അവള് എന്റെ മോനോടൊപ്പം ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. ആതിര, അവള് തന്നെയാ ആദിയുടെ ഭാര്യ ആവേണ്ടത്. അപ്പച്ചി ആതിരയും കൂട്ടി ദേവമംഗലത്തേക്ക് വരണം. ഇനി എന്തു വേണോന്ന് എനിക്കറിയാം. ആദിയുടെ ജീവിതത്തിൽ നിന്നും തുളസിയെ ഞാൻ അടിച്ചിറക്കിയിരിക്കും. ഡാഡി പറയ് ഡാഡി, ആദ്യേട്ടന് എന്താ കുഴപ്പം? അവൻ നിനക്ക് ചേർന്ന ചെക്കനല്ല. അവനും നീയും തമ്മിലുള്ള കല്യാണം നടന്നിരുന്നെങ്കിൽ ഭാവിയില് നീ ദുഃഖിക്കേണ്ടി വന്നേനെ. ജന്മം പാഴായി പോയെന്ന് കരുതി ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ട് നരകിച്ച് കഴിയേണ്ടി വന്നേനെ. അത്രയും തൽക്കാലം നീ മനസ്സിലാക്കിയാൽ മതി. ചന്ദ്രദാസേ, ദാസിനെ ആരോ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സത്യം എന്നായാലും പുറത്തു വരും. ദാസിന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ധാരണകളൊക്കെ തെറ്റായി പോയി എന്ന് അന്ന് നിനക്ക് തോന്നും. ഇവിടെ ഇപ്പോ നടന്ന ആദിയുടെയും തുളസിയുടെയും കല്യാണം ഒരു കല്യാണമായി ദുർഗ ഇതേവരെ അംഗീകരിച്ചിട്ടില്ല. ആ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. തുളസിയുടെ കഴുത്തിൽ ആദ്യ കെട്ടിയ താലി പറിച്ചെറിഞ്ഞു കളഞ്ഞ ആ ബന്ധം അവിടെ തീരും. അതുകൊണ്ട് ചന്ദ്രദാസ് കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കണം. നീ പുറത്തു പറയാൻ മടിക്കുന്ന ആ രഹസ്യം അതെന്തോ ആയിക്കോട്ടെ, അതിന്റെ സത്യാവസ്ഥ അറിയാൻ നീ ശ്രമിക്കണം. ദുർഗയും ഞാനും അറിഞ്ഞുകൊണ്ട് നിന്നെയോ നിന്റെ മോളെയോ ചതിക്കില്ല. അത് നിനക്ക് വിശ്വസിക്കാം. നവവധുവിനെ ആരതി ഒഴിഞ്ഞു സ്വീകരിക്കുന്നത് നാട്ടുനടപ്പും ആചാരമല്ലേ ദുർഗേച്ചി? അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അതിനു പകരം ഒരു പൂജ നടത്തുന്നുണ്ട്. ദേ കണ്ടില്ലേ? എടോ, ഇതെന്ത് പൂജയാ? ഭർതൃഗൃഹ പ്രവേശന പൂജ. ഭർതൃഗൃഹ പ്രവേശന പൂജയോ? എന്താ, അങ്ങനെ ഒരു പൂജയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാ അങ്ങനെ ഒരു പൂജയുണ്ട്. ആദിയുടെയും തുളസിയുടെയും കല്യാണം കഴിഞ്ഞപ്പോ അവിടെ കർമ്മങ്ങൾ നടത്തിയിരുന്ന തിരുമേനിയാ പറഞ്ഞത്. വധൂവരന്മാര് വീട്ടിലെത്തുമ്പോ
ഈ പൂജ ചെയ്തിട്ട് വേണം അവരെ അകത്തേക്ക് കയറ്റാനെന്ന്. ആദിയുടെയും തുളസിയുടെയും നാളുകൾ വെച്ച് നോക്കുമ്പോ ഇങ്ങനെ ഒരു പൂജ അനിവാര്യമാണെന്ന്. ആ, നിങ്ങൾ വാ. തുളസിയും ആദിയും പൂജ കഴിഞ്ഞ ശേഷം പടി കയറിയാ മതി. വാ. എടോ ദുർഗ, എടോ ഇതിപ്പോ എങ്ങനെ തീരുവോ? ഇവരെ രണ്ടുപേരും പുറത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? പൂജ കഴിയട്ടെ. അതെ, നമുക്ക് അകത്ത് കയറാം. നീ വാ. പൂജയും കർമ്മങ്ങളും നടന്നാലും നടന്നില്ലെങ്കിലും ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരാ. ഈ വീട്ടിലാ ഞാൻ ഇനി താമസിക്കേണ്ടത്. നമുക്ക് അകത്ത് കയറാം. വാ. തുളസി, എന്റെ മോളെ, പൂജ കഴിഞ്ഞിട്ട് കയറിയാ മതി. ഞാനും ആദ്യം തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോ പൂജ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ആദിയുടെ ഭാര്യയായി ഈ വീട്ടിൽ കയറേണ്ടതാ. ആദിവാ. അയ്യോ മോളെ, പൂജ കഴിയാതെ ഇതിനകത്ത് കയറാൻ പറ്റില്ല. ആ, ഇനി എന്തിനടി ഈ പൂജയൊക്കെ നടത്തുന്നത്? കയറാൻ പറ്റൂ ഇല്ലയെന്ന് ഞാനും നോക്കട്ടെ. വാടാ.
തുളസി, എന്താ പ്രിയക്കുട്ടി ഇത്? ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം നടന്ന ദിവസം ഇങ്ങനെ കരയാണോ വേണ്ടത്? ഇങ്ങനെയൊക്കെ സംഭവിച്ച എനിക്കറിയാതിരിക്കാൻ പറ്റൂ? കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആദ്യമോൻ മോളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ അമ്മ എന്തുമാത്രം സന്തോഷിച്ചു എന്നറിയോ? ഇത്രയും നാളത്തെ എന്റെ പ്രാർത്ഥന ദൈവങ്ങളെ കേട്ടല്ലോ എന്ന് കരുതി. പക്ഷെ ഇങ്ങനെ പാതി വഴിയിൽ വെച്ച് വേർപിരിക്കാനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ കരയാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ നല്ല മുഹൂർത്തം നോക്കി വലതുകാലം വെച്ച് കയറുന്നുള്ളത് നമ്മുടെ ആചാരമല്ല ചേട്ട. അതല്ല ഇവിടെ തെറ്റിയത്. കുമ്പളങ്ങ നിലത്ത് വീണ് തകർന്നത് തീർത്തും അശുഭലക്ഷണമാണ്. ഈ പെൺകുട്ടിയുടെ ഭർതൃഗ്രഹ പ്രവേശം നിഷിദ്ധമാണ്. കല്യാണം കഴിഞ്ഞും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അവിടെ നടന്നതൊക്കെ മനഃപൂർവ്വം ദുർഗാമ്മയും ആ പൂജാരിയും ചേർന്ന് നടത്തിയ കള്ളക്കളികളാണെന്നാ എനിക്ക് തോന്നുന്നത്. കുമ്പളങ്ങ പൊട്ടി വീണത് അപശകുനം തന്നെ മോള്. ആ കുമ്പളങ്ങ അവിടെ കെട്ടിവെച്ചത് ആ പൂജാരിയല്ലേ? അതെപ്പോ എങ്ങനെ വീഴണമെന്ന് അയാൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. എന്റെ പോലീസുകാരനായ അച്ഛ, നിയമമൊന്നും അറിയില്ലേ? ഒരാൾക്കും ഒരു വീട്ടിൽ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള അവകാശമില്ല. പോരാത്തതിന് ACPയുടെ ഭാര്യ. നിയമം നടപ്പിലാക്കേണ്ടവരുടെ വീട്ടിൽ തന്നെ നിയമം ലംഘിക്കപ്പെടുന്നുവെന്ന് വന്നാലുണ്ടല്ലോ, ശിക്ഷ വേറെയാ. അതുകൊണ്ട് ദുർഗാമ്മയെ ഒതുക്കാൻ എനിക്ക് നിഷ്പ്രയാസം സാധിക്കും. പക്ഷേ ഞാൻ അതിനിപ്പോ ശ്രമിക്കാത്തത് എന്താണെന്ന് വെച്ചാ, ദുർഗാമ്മ നല്ലൊരു വീഴ്ചയിലാ ഇപ്പൊ. ഇനി ഞാൻ അവരുടെ തലയിൽ കയറി ഡാൻസ് കൂടി കളിച്ചാ പാവം
തകർന്നു പോവും അവര്. ഇവിടെ വിജയം നമുക്കാണച്ചാ. ദുർഗാമ്മയുടെ വെഡിങ് കാൻഡിഡേറ്റ് തോറ്റ് തൊപ്പിയിട്ടത് കണ്ടില്ലേ? ഇനി അവൾ എന്ത് പറഞ്ഞ ആ വീട്ടിൽ നിൽക്കുക? ആദിയുടെ ഭാര്യയായ ഞാൻ ആതിരയോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ അവൾ അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. ആതിരെ, നീ ഇനി ഇങ്ങനെ കരയുന്നതിൽ എന്താ അർത്ഥം? എല്ലാം കഴിഞ്ഞില്ലേ? ഇനി നീ ഈ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ നോക്ക്. ആദ്യമായിട്ടെന്നെ ഞാൻ എങ്ങനെ മറക്കും? എത്രമാത്രം ആഗ്രഹിച്ചതാ ഞങ്ങളുടെ മാരേജ്. ആദ്യമായിട്ട് എന്നെ കല്യാണം കഴിക്കുന്ന കരുതിയ അമേരിക്കയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. മാമോസും ദുർഗാന്റിയും സുലുവാന്റിയും എല്ലാവരും ചേർന്ന് എന്നെ വെറുതെ മോഹിപ്പിച്ചു. അങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് ആതിരെ. ഞാനും ദുർഗേച്ചിയും അപ്പച്ചിയും നിന്റെ കല്യാണം ആദ്യമായി നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നവരല്ലേ? നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരുമായിരുന്നു. പക്ഷെ എല്ലാം നശിപ്പിച്ചത് ആരാ? കല്യാണ മത്സരത്തിൽ ആദിയുടെ വധുവായി നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകി തിരഞ്ഞെടുത്തത് നിന്നെയല്ലേ? അതെല്ലാം ആര് കാരണാ പാഴായി പോയത്? നിന്റെ ഡാഡി. നിന്റെ ഡാഡിയല്ലേ എല്ലാം തകർത്തത്? ദാസേട്ടൻ എന്തിനാ നിന്റെ ആദിയുടെയും കല്യാണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചത്? എന്തിനാ നിങ്ങളുടെ കല്യാണം തടഞ്ഞത്? നീ പറ ആതിരെ, നിന്റെ ആദിയുടെയും കല്യാണം നടത്താൻ നിന്റെ ഡാഡി വിസമ്മതിച്ചതിന്റെ കാരണം പറ. നിനക്കെന്നല്ല, ഇവിടെ ആർക്കും അതറിയില്ല. നിന്റെ ഡാഡിക്ക് മാത്രമേ അതറിയൂ. എന്തുകൊണ്ടാ ദാസേട്ടൻ ആദിയും നീയും തമ്മിലുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചത്? അതിന്റെ കാരണം അറിയണം. അതറിഞ്ഞേ പറ്റൂ. അല്ലാതെ നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആതിരെ. ഇവിടെ താമസിക്കുന്നതിലും ഒരർത്ഥമില്ല. ആതിരെ, നീ ആദ്യം നിന്റെ ഡാഡിയെ വിളിച്ച് കാരണം എന്താന്ന് ചോദിക്ക്. അതാ വേണ്ടത്. അവസാനം തുളസി ജയിച്ചു അല്ലേ? ശരിക്കും പറഞ്ഞ തുളസിയല്ല,
പ്രിയയാണ് ജയിച്ചത്. അവൾ ആഗ്രഹിച്ചതൊക്കെ അവൾ നടത്തിയെടുത്തു. അന്ന് ആദിത്യനെ ഗർഭം ധരിച്ച നാളു മുതൽ പ്രിയയ്ക്ക് നിന്നോടുള്ള പക ആരംഭിച്ചതാണ്. നീ ആൺകുട്ടിയെ ആഗ്രഹിച്ചത് മുതൽ. അത്രയ്ക്ക് ഗതികെട്ടൊരു പെൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ അതിനൊരു തുള്ളി മുലപ്പാല് പോലും കൊടുക്കാൻ നിൽക്കാതെ ഈ ദുർഗ സ്വയം ജീവനൊടുക്കിയിരിക്കും. ഈ ജീവനെ വയറ്റി ചുമന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഇതാൺകുഞ്ഞല്ലെങ്കിൽ ഇതിന് അമ്മയുണ്ടാവില്ല. ഇത് സത്യം. എന്നിട്ടോ കുഞ്ഞ് ജനിച്ചപ്പോ നിന്റെ ആൺകുട്ടിയെ അവളുടേതാക്കാൻ അവൾ നോക്കി. സത്യത്തിൽ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സുലു വരാൻ ഇത്തിരി വൈകിയിരുന്നെങ്കിൽ ദുർഗയ്ക്ക് ആദിത്യനെ നഷ്ടപ്പെട്ടേനെ. ആഹാ, അത് ശരി. അപ്പൊ രണ്ടുപേരും കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റാൻ നോക്കുമായിരുന്നല്ലേ? ദുർഗേച്ചി എഴുന്നേക്ക്. ദേ, ഇവരുടെ ചേച്ചിയുടെ ആൺകുഞ്ഞിനെ എടുത്തിട്ട് അവരുടെ പെൺകുഞ്ഞിനെ ഇവിടെ വെക്കാൻ നോക്കുമായിരുന്നു. അന്ന് മുതൽ ശത്രുതയായിരുന്നു ദുർഗയോട് പ്രിയയ്ക്ക്. ഇല്ല, ഞാൻ എന്റെ മോനെ വിട്ടുകൊടുക്കില്ല. ആദിത്യന് എന്റെ മോനാ. അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എടോ ദുർഗ, എന്താ ഇത്? കഴിഞ്ഞതെല്ലാം ഞാൻ ഓർത്തു നോക്കുകയായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ജീവിതം ഇങ്ങനെയാക്കിയത് ആ പ്രിയയാണ്. നീ വിഷമിക്കണ്ട. ആദ്യ തുളസിയുടെ കഴുത്തിലെ താലി കെട്ടിയതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. അത് വെറുതെ ഒരു ചടങ്ങ് നടത്തിയതായിട്ട് മാത്രം കരുതിയാ മതി. നോക്ക്, തുളസിക്ക് ഈ വീട്ടിൽ കാലെടുത്ത് കുത്താനായോ? ഇല്ലല്ലോ. ആ, അതൊന്നും നടക്കില്ല. ഇനി ഒരിക്കലും ആദിയുടെ ഭാര്യയായിട്ട് തുളസി ഈ വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്തില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. നീ സമാധാനമായിട്ടിരിക്കുക. ആ, പിന്നെ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ആന്റി? ആദി ഒരിക്കലും അവന്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ നീ നോക്കിക്കോണം. ആദ്യേട്ടൻ വാതിലടച്ചിട്ടിരിക്കുകയാണല്ലോ. അവിടെ തന്നെ ഇരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ വല്ല ഭാവം ഉണ്ടെങ്കിൽ നടന്നത് തന്നെ. ഞാനേ ഇവിടെ തന്നെയുണ്ട്. തുളസി, നീ അറിഞ്ഞോ? സോറി,
ആര്യപുത്ര, നിദ്രാദേവി നിന്നെ വന്ന് പുൽകിയോ? എടി, ഈ നേരത്ത് നിനക്ക് എങ്ങനെ ഇങ്ങനെ തമാശ പറയാൻ തോന്നുന്നേ? പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യാ? നിന്റെ അമ്മ നടത്തിയ പൂജയല്ലേ വൻ ചതിയായി മാറിയത്. ഇനി ആ ദോഷത്തിന്റെ പരിഹാര കർമ്മങ്ങളൊക്കെ നടത്തട്ടെ. അതിനുശേഷം എന്റെ പ്രാണനാഥനെ മുഖതാവിൽ കാണാം. ഞാനിവിടെ ഊണും ഉറക്കമില്ലാതെ വിഷമിച്ചിരിക്കുക. എനിക്കിപ്പോ നിന്നെ കാണണം, കണ്ടേ പറ്റൂ. ഞാനേ അങ്ങോട്ട് വരാം. നീ ഇങ്ങോട്ടൊന്നും വരണ്ട. നീ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ല ഇല്ല, നീ ഒന്നും പറയണ്ട. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. ഞാൻ അങ്ങോട്ട് വരും. ആദി